Hi all, welcome to Daily News Analysis. Today is 21st March 2025. Let's look the main headlines. Free and fair GS2 topic. The challenge of policing digital giants. GS2 topic. The assault on multilateralism and international law. GS2 topic. പിന്നെ ഒരു മോഡൽ MCQ കൂടെ നമ്മൾ പ്രിലിംസ് ലെവലിൽ ഡിസ്കസ് ചെയ്യും. സോ സമയം വൈകാതെ മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. GS2 ആർട്ടിക്കിൾ ആണ്. GS2 കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. നമുക്കറിയാം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജനറൽ ഇലക്ഷൻസിൽ വോട്ടർ ടേൺ ഔട്ടിൽ ഫിഗേഴ്സ് ചെക്ക് ചെയ്തപ്പോഴത്തേനും കുറച്ച് ഡിസ്ക്രിപ്റ്റൻസീസ് ആളുകൾ റേസ് ചെയ്യുന്നുണ്ടായി. അപ്പം അത് നമ്മുടെ കുറെ അധികം കൺസേൺസ് റേസ് ചെയ്യുന്നതായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ആദ്യം തന്നെ ഇത് റിഫ്യൂസ് ചെയ്യുകയുണ്ടായി. ഈ ബൂത്ത് വൈസ് വോട്ട് കൗണ്ട്സ് ഒക്കെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേനും, അതായത് ഫോം 17C ഈ ബൂത്ത് വൈസ് ആയിട്ടുള്ള വോട്ട് കൗണ്ട്സ് എത്ര വോട്ട് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉള്ളത്, അത് റിലീസ് ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന് നിയമപരമായിട്ട് ഒരു സാധുതയില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് അവർ അറിയിച്ചത്. ഇനി അടുത്തതായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസും ആക്ടിവിസ്റ്റും ഒക്കെ എന്താ കൂടുതൽ ട്രാൻസ്പെറൻസിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്തു. അപ്പൊ എന്തിനു വേണ്ടി, ടു അവോയ്ഡ് ഡൗട്ട്സ് ഓവർ ഇലക്ഷൻ ഇന്റഗ്രിറ്റി. അപ്പൊ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. സോ അതിൽ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അതിലൊരു സംശയത്തിന്റെ നിഴലിൽ നമ്മൾ ഇലക്ഷനെ കാണാൻ പാടില്ല എന്ന രീതിക്ക് പൊളിറ്റിക്കൽ പാർട്ടീസും ആക്ടിവിസ്റ്റുകളും എല്ലാം ഡിമാൻഡ് ചെയ്യുന്നുണ്ടായി. അടുത്തിടയ്ക്കായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ അവരുടെ സ്റ്റാൻഡിൽ ഈ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരൊരു നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്ത് അതില് അവര് കുറച്ച് സോഫ്റ്റ് ആകുകയുണ്ടായി. കാരണം പുതിയ ഒരു ഇലക്ഷൻ കമ്മീഷൻ ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനമായിട്ട കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞു. ഗ്യാനേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കുറച്ചുകൂടെ ഓപ്പൺ ഡിസ്കഷൻസിനൊക്കെ, പെറ്റീഷണേഴ്സുമായിട്ട് ഓപ്പൺ ഡിസ്കഷൻസിനൊക്കെ തയ്യാറായി, ഇൻക്ലൂഡിങ് MP Mahua Moitra and the Association for Democratic Reforms, ADR എന്ന് പറയും. അവരൊക്കെയാണ് സ്കാൻഡ് കോപ്പീസ് വേണം, ഫോം 17ന്റെ സ്കാൻഡ് കോപ്പീസ് കൊടുക്കണം. അതായത് എത്ര വോട്ട് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഉള്ളതാണ് ഈ ഫോം 17 ഉൾപ്പെടുന്ന വോട്ടേഴ്സിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എത്ര വോട്ട്സ് ചെയ്തു കാസ്റ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ ഫോം 17C സ്കാൻഡ് കോപ്പീസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന രീതിക്ക് ഇവരൊക്കെ വാദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മയപ്പെട്ടിട്ടുണ്ട് സ്റ്റാൻസ് ഒക്കെ. റിലീസ് വോട്ടർ ടേൺ ഔട്ട് ആദ്യത്തെ അവരുടെ ടേൺ ഔട്ട് പെർസെന്റേജ് അതിനേക്കാൾ തുടക്കം റിലീസ് ചെയ്തതിനേക്കാൾ കുറച്ചു ഡിലേഡ് ഡാറ്റ കളക്ഷൻ, അതായത് ഒഫീഷ്യൽസ് എന്താ പറഞ്ഞത്, ഡാറ്റ കളക്ഷൻ ഡിലേ ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു മിസ്മാച്ച് ആ ഫിഗേഴ്സ് ഉണ്ടായത്. ക്രിട്ടിക്സ് പക്ഷെ പറയുന്നത് ഈ ഫോം 17C സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഒരു 48 മണിക്കൂറിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കൺസേൺസ് ഒക്കെ നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താ, സുപ്രീം കോർട്ട് പെറ്റീഷണേഴ്സിനോട് ഒഫീഷ്യലി ഫോർമലി ഈ കേസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനാ പറഞ്ഞത്. വൈൽ ഫുൾ ഡിസ്ക്ലോഷർ ഈസ് നോട്ട് എറ്റ് ഗ്യാരണ്ടീഡ്. അതാണ് പുതിയ, അതായത് ഇതിന്റെ മൊത്തമായിട്ട് ഫുൾ ഡിസ്ക്ലോഷർ ഇപ്പോഴും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. ഈ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ ഡിസ്ക്ലോഷർ, ഈ എത്ര വോട്ടർ ടേൺ ഔട്ട് ഉണ്ട്, അതിപ്പോഴും കൃത്യമായിട്ട്, അതായത് ഫോം 17C ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഇപ്പോഴും ആ ഒരു ഫുൾ ഡിസ്ക്ലോഷർ ഇപ്പോഴും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് അറിയാം, കുറച്ചുകൂടെ ഒരു ട്രാൻസ്പെറൻസി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. ഈ ആർട്ടിക്കിൾ എംഫസൈസ് ചെയ്യുന്ന എന്താ, കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക കാര്യങ്ങളിലൊക്കെ. And transparency should not be seen as attempts to undermine elections, but as necessary measures to strengthen public trust. അത് ഈ ഡിസ്കഷൻസ് ഒക്കെ വരുന്നത് ട്രാൻസ്പെറൻസി കുറച്ചുകൂടെ കൊണ്ടുവരാനും, അതുപോലെ ഇത് ഇലക്ഷൻസിനെ അണ്ടർമൈൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് കാണേണ്ടതില്ല, പക്ഷേ നമ്മള് പൊതുജനങ്ങളുടെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനുള്ള, ആ പബ്ലിക് ട്രസ്റ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നെസസറി മെഷർ ആയിട്ട് കണ്ടാൽ മതി എന്ന രീതിക്കാണ് ഈ ആർട്ടിക്കിളിൽ കൺക്ലൂഡ് ചെയ്യുന്നത്.
ഫോം 17A ഉണ്ട്, ഫോം 17Cയും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് എന്താണ്. ആസ് പെർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് റൂൾസ് 1961, ഈ റൂൾസിലാണ് വരുന്നത്. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 ഇതിനെക്കുറിച്ച് പറയുന്നത്. ദർ ആർ രണ്ട് ഫോംസ് ഉണ്ട് that have data on the number of electors and voters, namely Form 17A and Form 17C. Form 17A-ക്കകത്ത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ആണ്, in which polling officials record the details of every voter who comes into the booth and signs the register. അപ്പം ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടറുടെയും, അതായത് ഒഫീഷ്യൽ റെക്കോർഡും ഡീറ്റെയിൽസും, അതായത് ഹു കംസ് ഇൻ ടു ദ ബൂത്ത് ആൻഡ് സൈൻസ് ദ രജിസ്റ്റർ, അങ്ങനെയുള്ള ആളുകളുടെ ഒപ്പിട്ട് പോയ ആളുകളുടെ ആ ഒരു രജിസ്റ്റർ ആണ്, ആ വോട്ടേഴ്സിന്റെ രജിസ്റ്റർ ആണ് ഫോം 17A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിംഗ് ഒഫീഷ്യൽസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഫോം 17C എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് ദ വോട്ട്സ് റെക്കോർഡഡ്, എത്ര വോട്ട് റെക്കോർഡ് ചെയ്തു ആ കാര്യമാണ് ഫോം 17C-ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. സോ ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫോംസ് ആണ്, ജസ്റ്റ് എന്ന് മനസ്സിൽ വെക്കുക, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലും ജസ്റ്റ് ഉപകരിക്കും. അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ദ ചാലഞ്ച് ഓഫ് പോലീസിങ് ഡിജിറ്റൽ ജയൻസ് എന്ന് പറഞ്ഞത്. ഡിജിറ്റൽ ജയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെ, ആമസോൺ, ഗൂഗിൾ, അങ്ങനെ മുതലായ വലിയ കമ്പനീസിനെയാണ് ഈ ഡിജിറ്റൽ ജയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വന്നേക്കുന്ന അവരെ പോലീസ് ചെയ്യുന്ന കാര്യം, പോലീസ് മീൻസ് അവരുടെ മേലൊരു സർവൈലൻസ് കൊണ്ടുവരാൻ, അവരുടെ ഒരു കോമ്പറ്റീറ്റീവ്, എല്ലാവർക്കും ഒരു ഈക്വൽ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നമ്മുടെ ഇപ്പൊ അറിയാം, നമുക്ക് ഈ ആർട്ടിക്കിളിൽ പറയുന്ന പോലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അതോറിറ്റി ഉണ്ടെന്നറിയാം. അതോറിറ്റിയാണ് ഈ ഒരാളുടെ മൊണോപോളി വരാതെ ഒരു മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ ഇടയ്ക്കായിട്ട് നമുക്കറിയാം മെറ്റയ്ക്കെതിരെയൊക്കെ കുറെ അധികം ആക്ഷൻസ് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു? അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഇടയ്ക്ക് വാട്സപ്പിലെ 2021 പ്രൈവസി പോളിസി അപ്ഡേറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? അതിൽ കുറെ ഡാറ്റ ഈ പറയുന്ന മെറ്റയ്ക്ക് ഒരു ഡൊമിനന്റ് പൊസിഷൻ കിട്ടുക, ഈ യൂസേഴ്സിന്റെ ഡാറ്റ അബ്യൂസ് ചെയ്യുന്ന വിധത്തിലേക്ക് വേണമെങ്കിൽ വരാം. അബ്യൂസ് മീൻസ് അവരുടെ കൺസെന്റ് ഇല്ലാതെ യൂസ് ചെയ്യാനും അവർക്ക് വേണ്ട വിധത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു അവകാശം മെറ്റയ്ക്ക് കിട്ടുക. ആ ഒരു ടൈപ്പ് ഓഫ് മാൻഡേറ്റിംഗ് ഡാറ്റ ഷെയറിംഗ്, അതായത് ആ ഒരു പ്രൈവസി പോളിസി അപ്ഡേറ്റിൽ അതായിരുന്നു കൊണ്ടുവന്നത്. അതായത് ഈ ഡാറ്റ മെറ്റയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതിനൊക്കെ എതിരായിട്ട് ആക്ഷൻ എടുക്കുകയുണ്ടായി നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയൊക്കെ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു 213.14 കോടി, ആ കോടിക്കണക്ക് നമ്മൾ ആ ഫിഗേഴ്സ് ഓർക്കണ്ട, ആ ഒരു ഹെവി ഫൈൻ ഇമ്പോസ് ചെയ്യുകയുണ്ടായി വാട്സപ്പ് യൂസർ ഡാറ്റ ഷെയർ ചെയ്യുന്ന ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റ കൊണ്ട് പ്ലാറ്റ്ഫോംസിന് ആ ഒരു പിന്നെ ഒരു 5-year ബാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ലേറ്റർ ഗ്രാൻഡഡ് എ സ്റ്റേ ഓൺ ദീസ് പെനാൽറ്റീസ്. അപ്പൊ ഇത്രയും ഒരു ഹ്യൂജ് പെനാൽറ്റീസ് ഒക്കെ കൊടുത്തിരുന്നു. അത് പക്ഷെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, ആ ട്രിബ്യൂണൽ എന്താ ചെയ്തത്, ഇതൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടായി, ഈ പെനാൽറ്റി കൊടുത്തത്. ഈ ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം റോൾ ഓഫ് ഡാറ്റ ഇൻ ഡിജിറ്റൽ മാർക്കറ്റ് ഡോമിനൻസ്. അപ്പൊ ഈ ഡാറ്റ കിട്ടുവാണെങ്കിൽ എന്താ, ഈ പറയുന്ന ആളുകൾക്ക്, ഈ പറയുന്ന കമ്പനീസിന് അവരുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഡോമിനൻസ് കിട്ടും, മാർക്കറ്റിൽ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കസ്റ്റമേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ അവരുടെ കയ്യിൽ ഉണ്ട്. വിത്ത് പ്ലാറ്റ്ഫോംസ് ലൈക്ക് മെറ്റ ലെവറേജിംഗ് വാസ്റ്റ് ഡാറ്റ പൂൾസ് ടു എൻഹാൻസ് ദർ കോമ്പറ്റീറ്റീവ് എഡ്ജ്. അപ്പൊ എന്താ, അവർക്ക് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടുന്ന വിധത്തിൽ ഈ മെറ്റയൊക്കെ ഇതിനെ യൂസ് ചെയ്യും, ഈ വാസ്റ്റ് ഡാറ്റ പൂൾസിനെ. അടുത്തതായിട്ട് സിമിലർ സ്ക്രൂട്ടണി ഹാവ് ബീൻ അപ്ലൈഡ് ടു ഗൂഗിൾ, വിച്ച് വാസ് ഫൈൻഡ് 1337.76 crore ഫോർ ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യസ് മൊബൈൽ ആൻഡ് സെർച്ച് മാർക്കറ്റ്സ്. അപ്പം ഗൂഗിളിന് ഇതേപോലത്തെ ഒരു സിമിലർ സ്ക്രൂട്ടണി നേരത്തെ വന്നിട്ടുണ്ട്. ഏകദേശം 1300 കോടി രൂപയ്ക്ക് മുകളിലായിട്ട് ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഗൂഗിളിന്റെ മേലെ. കാരണം എന്തുകൊണ്ട്, ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ് നടത്തിയോണ്ട് ഇന്ത്യയിലെ മൊബൈലിലും അതുപോലെ സെർച്ച് മാർക്കറ്റ് നമുക്കറിയാം, സെർച്ച് ചെയ്യുമ്പോൾ എന്താ, ആ ഒരു ഗൂഗിളിന് ഒരു ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസിന്റെ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനീസിന്റെ ആഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്കൊരു സെർച്ച് എഞ്ചിനിൽ പോലും അവർക്കൊരു ബാക്കി അവരുടെ പ്രോഡക്ട്സ് അവർ പ്രൊമോട്ട് ചെയ്യും, അതിലൂടെ അവർക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടും. അതൊക്കെ ഒരു ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ആണ്. സോ അതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കോമ്പറ്റീറ്റീവ്
കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, കുറെ അധികം പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യാനുണ്ടായി. ഗൂഗിളിനും ഇതേ സാധനം തന്നെ, മെറ്റയ്ക്ക് കൊടുത്ത പോലെ തന്നെ ഒരു ഇതുപോലത്തെ ഒരു ആക്ഷൻ എടുക്കുകയുണ്ടായി. ഈ പറയുന്ന ഡിജിറ്റൽ മോണോപോളിയുടെ ഇഷ്യൂസ് ഇന്ത്യ മാത്രമല്ല, ഗ്ലോബലി നമുക്ക് കാണാൻ സാധിക്കും. US-ലും അതുപോലെ യൂറോപ്യൻ യൂണിയനിലും പിന്നെ അതുപോലെ ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള റെഗുലേറ്ററി ആക്ഷൻസ് ഈ പറയുന്ന മെറ്റയ്ക്ക് എതിരെയും അതുപോലെ ഗൂഗിളിനെതിരെയും എടുത്തിട്ടുണ്ട്. ഈ കേസസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുന്നത് എന്താ, കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ലോസ് ഒക്കെ കൊണ്ടുവരിക നമുക്ക് എന്തിനു വേണ്ടിയാ, ടു അഡ്രസ് ഡാറ്റ ഡ്രിവൺ ഡോമിനൻസ്. ഇന്ത്യയുടെ കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, ഇന്ത്യസ് കോമ്പറ്റീഷൻ ആക്ട് 2002. പക്ഷെ ഇറ്റ് ലാക്സ് പ്രൊവിഷൻസ് ഫോർ റെഗുലേറ്റിംഗ് ഡാറ്റ സെൻട്രിക് മോണോപോളീസ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള മോണോപോളീസ് റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പ്രൊവിഷൻസിന്റെ കുറവുകളുണ്ട്. പ്രോംപ്റ്റിംഗ് കോൾസ് ഫോർ അമെൻഡ്മെന്റ്സ് ടു റീഡിഫൈൻ മാർക്കറ്റ് പവർ ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ റെഗുലേറ്ററി മെഷേഴ്സ്. സോ എന്താണ് അത് അമെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിനെ ആളുകൾ അമെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ എന്താ, പുതിയ റെഗുലേറ്ററി മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് കേസസ് മെറ്റയുടെ അതുപോലെ മെറ്റയിലെ ഒക്കെ കേസസ് ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പാണ്. A more forward-looking and integrated approach to competitive law is necessary to regulate the digital economy efficiently and ensure fair market competition. ഇങ്ങനത്തെ കേസുകളൊക്കെ നല്ല പ്രോഗ്രസീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ പോലും ഒരു കുറച്ചുകൂടെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കോമ്പറ്റേറ്റീവ് ലോസിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ലോയിൽ കൊണ്ടുവരിക അത് നെസസറി ആണ് ഫോർ റെഗുലേറ്റിംഗ് ദ ഡിജിറ്റൽ എക്കോണമി എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇനി അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇത് അസൾട്ട് ഓൺ ഇന്റർനാഷണൽ ലോ മൾട്ടിലാറ്ററലിസം എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ആയിരുന്നു. അസൾട്ട് ഓൺ മൾട്ടിലാറ്ററലിസം ആൻഡ് ഇന്റർനാഷണൽ ലോ, the assault on multilateralism and international law. അപ്പൊ ഈ ആർട്ടിക്കിളില് എന്തായിരുന്നു പറഞ്ഞേ, ഇത് GS2 ആർട്ടിക്കിൾ ആണ്, അതായത് IR പരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ ദ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് മൂവ്ഡ് അവേ ഫ്രം ഗ്ലോബൽ കോപ്പറേഷൻ. നമുക്കറിയാം ഇപ്പം ഡൊണാൾഡ് ട്രംപ് കയറി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗ്ലോബൽ കോപ്പറേഷനിൽ നിന്നൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പല ഓർഗനൈസേഷൻസിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുക ഈ അമേരിക്ക. സോ അദ്ദേഹത്തിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് UN, WHO, ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇങ്ങനെ ഉള്ള ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഇൻട്രൊഡ്യൂസ് ദ ഡിഫൻഡ് ആക്ട് വിച്ച് could completely cut ties with the United Nations. അപ്പം ഇങ്ങനെ ഒരു ആക്ട് ഒക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ, ഡിഫൻഡ് ആക്ട് എന്നൊക്കെ പറയും. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഓൺഗോയിങ് ഡിസ്കഷൻസ് ഉണ്ട് കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, അതെന്താ പറയുന്നത്, UN-ഉമായിട്ടുള്ള ബന്ധമെല്ലാം ഈ അമേരിക്ക വിച്ഛേദിക്കാൻ പോവുക, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആക്ട് എന്ന് പറയുന്നത്. The US has also imposed sanctions on the International Criminal Court. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലും കുറെ അധികം സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, അക്യൂസിങ് ഇറ്റ് ഓഫ് അൺഫെയർലി ടാർഗറ്റിംഗ് അമേരിക്ക ആൻഡ് ഇറ്റ്സ് അലൈസ്. അമേരിക്ക എന്താ പറയുന്നത്, അൺഫെയർ ആയിട്ട് അമേരിക്കയും അതുപോലെ അമേരിക്കയുടെ പങ്കാളികളെയൊക്കെ എന്താണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നൊക്കെയാണ് അമേരിക്കയുടെ ആർഗ്യുമെന്റ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അഡീഷണലി നമ്മൾ നോക്കുവാണെങ്കിൽ ദ ഗവൺമെന്റ് ഹാസ് ഫോളോഡ് എ അമേരിക്ക ഫസ്റ്റ് എക്കണോമിക് പോളിസി യൂസിങ് ഹൈ ടാക്സസ് ഓൺ ഇമ്പോർട്ട്സ് ടാരിഫ്സ്. അതായത് ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത് ഒരു അമേരിക്ക ഫസ്റ്റ് എക്കണോമിക് പോളിസിയാണ്. അവര് യൂസ് ചെയ്യുന്നത് യൂസിങ് ഹൈ ടാക്സസ് ഓൺ ഇമ്പോർട്ട്സ്. അവര് വെക്കുന്ന എന്താ, ഇമ്പോർട്ട്സിന് കുറെ അധികം ടാരിഫ്സ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതെന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് അവരുടെ ഈ എക്കണോമിക് പോളിസീസ് പണ്ട് നമ്മുടെ വേൾഡ് വാർ 2 ഒക്കെ നടക്കുന്നതിന് മുന്നത്തെ ഒരു എക്കണോമിക് പോളിസീസിനെ റിമൈൻഡ് ചെയ്യുന്ന, ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ സ്റ്റാൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തിനെയാ ഇവിടെ കമ്പയർ ചെയ്യുന്നത്, വേൾഡ് വാർ 2-ന്റെ മുന്നത്തെ ആ ഒരു പാസ്റ്റ് എക്കണോമിക് പോളിസീസിനെ ഒക്കെ റിമൈൻഡ് ചെയ്യുകയാണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ദീസ് ആക്ഷൻസ് കുഡ് വീക്കൻ ഗ്ലോബൽ ഓർഗനൈസേഷൻസ്, ക്രിയേറ്റ് ട്രേഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഹാം ഇന്റർനാഷണൽ കോപ്പറേഷൻ. അപ്പൊ ഈ പറയുന്ന ആക്ഷൻസ് ഒക്കെ എന്താ, ഗ്ലോബൽ ഓർഗനൈസേഷൻസിനെ ഒക്കെ വീക്കൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ട്രേഡ് കോൺഫ്ലിക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ കോപ്പറേഷനെ അത് ബാധിക്കും. ഓക്കെ. However, this situation also opens the door for countries like India to take on leadership roles in global decision making by promoting
ഫെയർ ഇന്റർനാഷണൽ ലോസ് ആൻഡ് പീസ്ഫുൾ കോപ്പറേഷൻ. അപ്പൊ ഈ സിറ്റുവേഷൻ എന്താണ്? ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ലീഡർഷിപ്പ് റോൾസ് ഏറ്റെടുക്കാനും പിന്നെ അതുപോലെ ഗ്ലോബൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഭാഗമാകാനും ഒക്കെ വേണ്ടി, അല്ലെങ്കിൽ പ്രൊമോട്ടിങ് ഫെയർ ഇന്റർനാഷണൽ ലോസിനെ സപ്പോർട്ട് ചെയ്യാനും പീസ്ഫുൾ കോപ്പറേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടി ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല തുറന്നു തരുമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഇന്നൊരു 3 ആർട്ടിക്കിൾസ് ആണ് എഡിറ്റോറിയൽ പേജിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ആർട്ടിക്കിൾ എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആയിരുന്നു. പിന്നെ അടുത്ത രണ്ടാമതായിട്ട് എന്താ നമ്മൾ പറഞ്ഞ ഫ്രീ ആൻഡ് ഫെയറിൽ മെയിൻ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഫോം 17C ഡിസ്ക്ലോസ് ചെയ്യണമെന്ന രീതിക്കുള്ള ആർഗ്യുമെന്റ്സ് ആയിരുന്നു നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഫോം 17C എന്ന് നമ്മൾ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് വന്ന ഒരു ഡിസ്പാരിറ്റീസ് കാണാൻ സാധിച്ചു വോട്ടർ ടേൺ ഔട്ടിൽ. അത് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ, ഒരു വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ഉണ്ടായിരുന്നു. ആ ഡാറ്റയിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താ കുറച്ചധികം സ്പെക്കുലേഷൻസ് കാണാൻ സാധിച്ചു എന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഫൈനൽ ടേൺ ഔട്ട് പെർസെന്റേജ് ഇനിഷ്യൽ ടേൺ ഔട്ട് പെർസെന്റേജും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോം 17C റിലീസ് ചെയ്യണമെന്ന രീതിക്കായിരുന്നു പറഞ്ഞത്. പിന്നെ ഫോം 17A എന്നാന്ന് കണ്ടു, നമ്മൾ വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോളിംഗ് ഓഫീഷ്യൽസ് റെക്കോർഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് ഓരോ വോട്ടറുടെ. അതാണ് ഫോം 17A വരുന്നത്. ഫോം 17C വരുന്നത് എന്താണ്, ഓരോ വോട്ട്സിന്റെ അക്കൗണ്ട് ആണ്, എത്ര വോട്ട് ചെയ്തു ആ കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഫോം 17C എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് കണ്ട ആർട്ടിക്കിൾ എന്തായിരുന്നു? മെറ്റയും പിന്നെ അതുപോലെ ഗൂഗിളും ഒക്കെ കുറെ അധികം ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് നടത്തുന്നതിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ഒരു ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് നടത്തുന്നതിനെതിരെ ഇമ്പോസ് ചെയ്ത കുറച്ച് പെനാൽറ്റീസിനെ കുറിച്ചും അതൊക്കെ ഗ്ലോബലി സ്വീകരിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യാസ് കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആക്ട് എന്നല്ല ഉദ്ദേശിച്ചത്, ഇന്ത്യാസ് കോമ്പറ്റീഷൻ ആക്ട് 2002. അതിനകത്ത് വേണ്ട വിധത്തിലുള്ള പ്രൊവിഷൻസ് ഒന്നും കൃത്യമായിട്ട് ഡാറ്റ സെൻട്രിക് മോണോപോളിസ് തടയാനുള്ള റെഗുലേഷൻസിനുള്ള പ്രൊവിഷൻസ് ഒന്നും കാണാൻ സാധിക്കില്ല ഇന്ത്യാസ് കോമ്പറ്റീഷൻ ആക്ട് 2002-നകത്ത്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ കുറച്ചുകൂടെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് കോമ്പറ്റീഷൻ ലോയിൽ നിന്നും നമ്മൾ സംസാരിച്ചു. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ, അസൾട്ട് ഓൺ ആൻഡ് ഇന്റർനാഷണൽ ദ അസൾട്ട് ഓൺ മൾട്ടിലാറ്ററലിസം ആൻഡ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് അടുത്തത് നമ്മൾ പറഞ്ഞത്. ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത് എന്തായിരുന്നു, അമേരിക്കയുടെ ഒരു ഡൊമിനന്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും അവര് പല ഗ്ലോബൽ കോർപ്പറേഷനിൽ നിന്ന് അവർ പുറത്തു വരുന്നതിനെ കുറിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡീഫൻഡ് ആക്ടിനെ കുറിച്ചും. ഡീഫൻഡ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ്ലി UN ആയിട്ടുള്ള ടൈസ് ഒക്കെ കട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് അമേരിക്ക കൊണ്ടുവരുന്നത് ഡീഫൻഡ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ UN, WHO, ICC മുതലായ സംഘടനകളിൽ നിന്നൊക്കെ അമേരിക്ക വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. ഇതൊക്കെ എന്താണ്, ഒരു വേൾഡ് വാർ 2-ന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കണ്ടീഷൻസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിട്ടാ പറയുന്ന അമേരിക്ക ഫസ്റ്റ് എക്കണോമിക് പോളിസിയൊക്കെ ഈ ആർട്ടിക്കിളിൽ കമ്പയർ ചെയ്യുന്നത് അതുമായിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻസ് ഒക്കെ വീക്ക് ആകുന്ന ഈ സമയത്താണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു പുതിയ ഡോർ ഓപ്പൺ ചെയ്തു തരികയാണ്. കാരണം ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് വരാനും ഫെയർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ലോസും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കാളികളാകാനും ഒക്കെ വേണ്ട ഒരു വലിയൊരു ഡോർ ഓപ്പൺ ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. Consider the following statements regarding the Competition Commission of India, CCI. The Competition Commission of India is a statutory body responsible for promoting competition and preventing anti-competitive practices in the Indian market. Statement 2. CCI has the authority to impose penalties and behavioral remedies on companies found guilty of abusing their dominant position. The decisions of the CCI cannot be challenged in any court or tribunal. Which of the above statements is or are correct? Option A 1 and 2 only, option B 2 and 3 only, option C 1 and 3 only, option D 1, 2 and 3. അപ്പം എല്ലാവരും ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കുക. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.